ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ കമന്റ് ബോക്സിൽ ഒരുപാട് ചോദിച്ച കാര്യമാണ് താരൻ പോവാൻ എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. നിങ്ങൾ ഈ താരൻ പോവാൻ എന്താ ചെയ്യേണ്ടതെന്നുള്ളതിന് മുന്നേ നിങ്ങൾ ചിന്തിക്കേണ്ടത് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെ താരൻ വരുന്നത് എന്നുള്ളതാണ്. ഇപ്പം ബോയ്സ് ആണെങ്കിലും ഗേൾസ് ആണെങ്കിലും ഒരുപോലെ വരുന്ന ഒരു പ്രശ്നമാണ്. അതൊരു ചെറിയ ഏജ് മുതലേ നമുക്കതിപ്പോൾ സ്റ്റാർട്ട് ചെയ്ത് വരുന്നുണ്ട്. ആദ്യമൊക്കെ ആണെങ്കിൽ കുറച്ച് അങ്ങോട്ട് നമുക്ക് അത്യാവശ്യം ഒരു ഏജ് ആയി കഴിയുമ്പോഴായിരിക്കും നമുക്ക് ഇങ്ങനെ താരന്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുക. ഇപ്പൊ ചെറിയ കുട്ടികളിൽ വരെ താരം വന്നു തുടങ്ങിയിട്ടുണ്ട്. അതിന് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ചെയ്യുന്ന ചെറിയ ചെറിയ മിസ്റ്റേക്ക് ആണ്, അതൊക്കെ ഒന്ന് മാറ്റി വെച്ചാൽ മതി. അതുപോലെ നിങ്ങൾ ഷാമ്പൂ നമ്മൾ ഫസ്റ്റ് പ്രിഫർ ചെയ്യുക ആന്റി ഡാൻഡ്രഫ് ഷാമ്പൂയിലേക്കും നമ്മളൊന്നും അറിയാണ്ട് താരം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ പോയിട്ട് ഒരു ആന്റി ഡാൻഡ്രഫ് ഷാമ്പൂ വാങ്ങുക, യൂസ് ചെയ്യുക എന്നുള്ളതായിരിക്കും. ഇതിന്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ആദ്യത്തെ യൂസിൽ അല്ലെങ്കിൽ ഒരു 1 വീക്കിന്റെ ഇടയിലുള്ള യൂസിൽ നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടും. ഇത് പൊളിഞ്ഞു പോകണ പോലെയും അതുപോലെ തന്നെ നിങ്ങൾ അത് ഹെയർ ഷാമ്പൂ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് വാഷ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അത് കഴിഞ്ഞ് കോംബ് ചെയ്യുമ്പോൾ ഇതിങ്ങനെ പൊളിഞ്ഞു പോകണ പോലെയായിരിക്കും. ഇത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ മുടി ഇതിന്റെ ഒപ്പം അങ്ങ് പോകുന്ന ഒരു പ്രശ്നം വരും. അതൊരു 1 വീക്ക് കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹെയർ ഫോൾ വരാൻ തുടങ്ങും. ഹെയർ ഇങ്ങനെ ചെറുതായി ഇതിന്റെ ഒപ്പം പൊഴിഞ്ഞു വരാൻ തുടങ്ങും. പിന്നെ നമ്മളെന്താ വെച്ചാൽ അത് ഇത് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അതിന് ഓൾറെഡി അതായിരുന്നു സെറ്റ് ആയി പോകും. പിന്നെ നിങ്ങൾക്ക് ആ ഒരു റിസൾട്ട് അങ്ങനെ കിട്ടണമെന്നില്ല. അതുപോലെ തന്നെ പിന്നെ നിങ്ങൾ സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്ക് ടു നോർമൽ അതേപോലെ തന്നെ നിങ്ങൾ പിന്നെയും ഇതേപോലെ താരനെ വെച്ച് നടക്കേണ്ട ഒരു പ്രശ്നം വരും. ഇതാണ് നിങ്ങൾ ആന്റി ഡാൻഡ്രഫ് ഷാമ്പൂ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിലുള്ള കാര്യം വരുന്നത്. അതുപോലെ പിന്നെ ഒരു കാര്യം എന്താ വെച്ചാൽ നിങ്ങളെ സ്കാൽപ്പിൽ ഡാൻഡ്രഫ് ആണോ അല്ലെങ്കിൽ ഡ്രൈ സ്കാൽപ്പ് ആണോ എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഇത് ആദ്യം മനസ്സിലാക്കിയാൽ തന്നെ നമുക്ക് ഡാൻഡ്രഫ് അതുപോലെ നിങ്ങൾ പിന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ ഹെയറിൽ ഡാൻഡ്രഫ് ആണോ ഡ്രൈ സ്കാൽപ്പ് ആണോ എന്നുള്ളത് മനസ്സിലാക്കുക. നമ്മൾ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ പ്ലേലിസ്റ്റിൽ ഹെയർ റിലേറ്റഡ് വീഡിയോയിൽ നോക്കിയാൽ നിങ്ങൾക്ക് അത് മനസ്സിലാവും ആ ഒരു ഡ്രൈ സ്കാൽപ്പും ഡാൻഡ്രഫിന്റെ കാര്യം. അതൊന്ന് കറക്റ്റ് ആയിട്ട് പോയി നോക്കി നോക്കുക. അപ്പോൾ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കിയാൽ മനസ്സിലാവുന്നതേ ഉള്ളൂ ഡ്രൈ സ്കാൽപ്പ് ആണോ ഡാൻഡ്രഫ് ആണോ എന്നുള്ളത്. പിന്നെ നിങ്ങൾ ഒഴിവാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഭയങ്കരമായിട്ട് പുറത്തൊക്കെ പോയിട്ട് വർക്കൊക്കെ ചെയ്തു വന്നാൽ അല്ലെങ്കിൽ പുറത്തൊക്കെ പോയി വന്നാൽ അല്ലെങ്കിൽ കുട്ടികളൊക്കെ ആണെങ്കിൽ ഈ കളിക്കാനൊക്കെ പോയി വന്നിട്ടുണ്ടെങ്കിൽ നമ്മളെ തല നല്ല രീതിയിൽ വേർക്കും. വേർത്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ അതേപോലെ ഒരിക്കലും അതങ്ങനെ കുറച്ച് ചിലപ്പോൾ നമ്മൾ കാറ്റൊക്കെ കൊണ്ടുകഴിഞ്ഞാൽ നിങ്ങൾ ഉണങ്ങി പോകും. അല്ലെങ്കിൽ നിങ്ങൾ AC യൂസ് ചെയ്താൽ അതും പോയി പോകും. അപ്പോൾ നിങ്ങൾ അത് വെച്ചാൽ ഓക്കെ മുടി ഉണങ്ങി എന്നുള്ള ലെവലിൽ ചിന്തിക്കരുത്. എന്താ വെച്ചാൽ നമ്മൾ ഇവിടെ ഈ ഒരു ഡേർട്ട് കാര്യങ്ങളൊക്കെ നമ്മളൊന്നാം തല വേർത്ത് ഡേർട്ട് കാര്യങ്ങളൊക്കെ വെച്ച് നമ്മളിപ്പോൾ ഹെയറിൽ ഉപയോഗിച്ച് ഓയിൽ ഉണ്ടാവും. അതുപോലെ തന്നെ പൊടി കാര്യങ്ങളൊക്കെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഹെയർ പ്രൊഡ്യൂസ് ചെയ്യുന്ന സെബം കൂടി ആയി കഴിഞ്ഞാൽ ഇതെല്ലാം കൂടി മിക്സ് ആയിട്ട് നമുക്ക് ഹെയറിൽ ഡാൻഡ്രഫ് അധികമാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും എവിടെ നിങ്ങൾ ഹെയർ എപ്പോൾ നിങ്ങൾ വേർത്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഹെയർ വാഷ് ചെയ്തിരിക്കണം. അത് മസ്റ്റ് ആയിട്ട് ചെയ്യേണ്ട കാര്യമാണ്. അപ്പോൾ നമുക്ക് ഈ ഡാൻഡ്രഫ് വരുന്നത് കുറയ്ക്കാൻ വേണ്ടി കഴിയും. ഇനി നിങ്ങളൊരു ഹോം റെമഡിയാണ് തരുന്നതെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞാൽ ഇതിന് ഏറ്റവും യൂസ്ഫുൾ ആയ കാര്യം എന്താണെന്ന് വെച്ചിട്ട് ഉലുവേന്റെ പാക്ക് ഏറ്റവും അടിപൊളിയാണ്. നമ്മൾ ഈ ഒരു ഹെയറിൽ വരുന്ന ഡാൻഡ്രഫ് ഒഴിവാക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന കാര്യമാണ്. ഈ ഒരു ഉലുവേന്റെ കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ തലേന്നെ കുതിർത്ത് വെക്കണം. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ആ വെള്ളം കുറച്ച് വെള്ളം വെച്ചിട്ട് തിളപ്പിച്ചെടുക്കുക. ആ രീതിയിലാവുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് അത് കുതിർന്ന് കിട്ടും. എന്നിട്ട് മിക്സിയിലിട്ട് ബ്ലെൻഡ് ചെയ്തതിനു ശേഷം ഹെയറിൽ അപ്ലൈ ചെയ്യുക. ഈ ഹെയറിൽ ഇപ്പം ഇത് ഓൾറെഡി ഒരു കുറച്ച് കഴിഞ്ഞാൽ ഒരു തിക്ക് ആയിട്ടുള്ള ഒരു ഇതായിട്ട് പറയാം. നമ്മൾ ഒരുപാട് വാഷ് ചെയ്തിട്ട് വേണം അത് ഒഴിവാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം അതിന്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ അവിടെ നിന്ന് കഴിഞ്ഞാൽ ഇതും നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവും. അപ്പോൾ നിങ്ങൾ എന്താ വെച്ചാൽ ഒന്നെങ്കിൽ അതിനപ്പുറം ഇങ്ങനെ മിക്സ് ചെയ്യുന്ന സമയത്ത് തൈര് ആഡ് ചെയ്യുക, നല്ല രീതിയിൽ മിക്സ് ചെയ്യുക, ഇതിന്റെ ഹെയറിൽ അപ്ലൈ ചെയ്യുക, വാഷ് ചെയ്യുക. മാക്സിമം ഒരു 15 മിനിറ്റ് അല്ലെങ്കിൽ അരമണിക്കൂർ വെക്കുക. നീരിറക്കുള്ളവർ ശ്രദ്ധിച്ച് ചെയ്യുക. 15 മിനിറ്റ് ഒക്കെ വെച്ചാൽ മതി. എന്നിട്ട് വാഷ് ചെയ്ത് കളയാം. ഇത് നിങ്ങൾക്ക് നല്ല രീതിയിൽ ഹെയറിൽ വരുന്ന ഈ ഡേർട്ട് കാര്യങ്ങൾ അതുപോലെ തന്നെ ഡാൻഡ്രഫ് ഒക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. പിന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വെളിച്ചെണ്ണ എടുത്തു കഴിഞ്ഞിട്ട് അതിലേക്ക് ലെമൺ ആഡ് ചെയ്യുക. ഡയറക്റ്റ് ഒരിക്കലും താരനൊക്കെ ഉള്ള ഹെയർ ആണെങ്കിൽ നോർമൽ സ്കാൽപ്പ് ആണെങ്കിലും അതിലേക്ക് ലെമൺ യൂസ് ചെയ്ത് വെളിച്ചെണ്ണയിൽ കുറച്ച് ലെമൺ ഒരു സ്പൂൺ വെളിച്ചെണ്ണ എടുക്കുക. അതിലേക്ക് ഒരു ലെമണിന്റെ ജ്യൂസ് ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് അത് അതേപോലെ തന്നെ ഈ ഒരു നാരങ്ങ വെച്ചിട്ട് നമ്മൾ സ്കാൽപ്പിൽ നല്ല രീതിയിൽ ഇങ്ങനെ പ്രസ് ചെയ്ത് ഇങ്ങനെ ഉരച്ചു കൊടുക്കുന്ന ഒരു രീതിയിലേക്ക്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു താരൻ ഇങ്ങനെ പറ്റി പിടിച്ച് കിടക്കുന്ന താരനൊക്കെ അത് ഒഴിവാക്കി എടുക്കാൻ വേണ്ടിയിട്ടും അതുപോലെ നിങ്ങൾക്ക് ഹെയർ ഗ്രോത്തിനും കൂടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണിത്. അപ്പോൾ നിങ്ങൾ എന്തായാലും ചെയ്തു നോക്കുക. പിന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് വെച്ചാൽ ഇതിൽ കുറച്ച് ആര്യവേപ്പിന്റെ ഇലയൊക്കെ ഇതിൽ ഏറ്റവും നല്ല കാര്യമാണ്. അപ്പോൾ നിങ്ങൾ ഇനിയിപ്പോൾ ഇതേപോലെ പാക്ക് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ആര്യവേപ്പിന്റെ ഇലയൊക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഡാൻഡ്രഫിന്റെ ഇഷ്യൂ ഉള്ള ആളുകളാണെങ്കിൽ അത് ഒഴിവാക്കി എടുക്കാൻ വേണ്ടിയിട്ട് കഴിയുന്നതായിരിക്കും. അപ്പം ഈ ഒരു പാക്ക് നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നിങ്ങളെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഡാൻഡ്രഫ് വരുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾ ആഴ്ചയിൽ ഒരിക്കൽ ലൈറ്റ് ആയിട്ട് ഓയിൽ അപ്ലൈ ചെയ്യുക. എന്നിട്ട് ഷാമ്പൂ കണ്ടീഷണർ വെച്ചിട്ട് വാഷ് ചെയ്ത് കളയുക. അത് ഏറ്റവും നല്ല കാര്യമാണ്. നമുക്ക് ഈ ഒരു ഡാൻഡ്രഫ് വരാതിരിക്കുക, ഈ പൊടി പോലത്തെ ഡാൻഡ്രഫ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന കാര്യമാണ്. അതെല്ലാവരും മസ്റ്റ് ആയിട്ടും ചെയ്യും. അടുത്തായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമുക്ക് പല രീതിയിൽ ഡാൻഡ്രഫ് വരുന്നുണ്ട്. ഈ ഡാൻഡ്രഫ് എന്ന് പറഞ്ഞാൽ ചില ആളുകൾക്കുള്ള പ്രശ്നം എന്താ വെച്ചാൽ ഭയങ്കര വലിയ ഫ്ലേക്സ് പോലെ ഒരു യെല്ലോ കളറിൽ ഒരു പൊറ്റ പോലെ ഉണ്ടാവും. അപ്പോൾ നമ്മളെന്ന് വെച്ചാൽ ജസ്റ്റ് കൈനെ കൊണ്ട് ആകുമ്പോൾ അത് കിട്ടൂല. അപ്പോൾ അങ്ങനെ ചിലപ്പം ചെറിയ ബ്ലീഡിങ് ഒക്കെ ഉണ്ടാവുന്ന ഒരു അവസ്ഥ വരും. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ നിങ്ങളത് ഹോസ്പിറ്റലിൽ കൊണ്ട് ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക. എന്നിട്ട് കാണിച്ചിട്ട് വേണം നിങ്ങൾ അതിന് സ്വന്തമായിട്ട് നിങ്ങളൊരു ട്രീറ്റ്മെന്റ് എടുക്കരുത്. ഭയങ്കര പാളി പോലെ വരുന്നതാണെങ്കിൽ ഭയങ്കര കിട്ടുന്നില്ല ബ്ലീഡിങ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ബ്ലീഡിംഗ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ബ്ലീഡിംഗ് അല്ല, ചെറിയതായി
ബ്ലീഡിങ് ഒരു റെഡ് കളറിലേക്കായിട്ട് മാറുന്നൊരു പ്രശ്നമുണ്ട്. പിന്നെയുള്ള കേസ് എന്ന് വെച്ചാൽ നമ്മളെ മുടീൻ്റെ ഈ ഒരു താഴെ ഭാഗത്ത്, ഈ ഒരു ഭാഗത്ത്, അതായത് ഏറ്റവും അഴഭാഗത്തേക്കായിട്ട് ഭയങ്കര ഡ്രൈ ആയിട്ട് നിൽക്കുക, ഒരു പൊളിഞ്ഞു പോലെ തോന്നുക. അതുപോലെ ഈ ഒരു ഏരിയയിൽ ഇങ്ങനെ താരം കാണുക, പിന്നെ പിരികത്തിൻ്റെ ഇവിടെ അതേപോലെ ഭയങ്കര ഡ്രൈ ആയിട്ട് നിൽക്കുക. ഇങ്ങനെയൊക്കെ കാണുകയാണെങ്കിൽ നിങ്ങൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾ പാക്ക് കാര്യങ്ങൾ ചെയ്തിട്ടോ അല്ലെങ്കിൽ ഒരു ആൻറ്റി ഡാൻഡ്രഫ് ഷാമ്പു യൂസ് ചെയ്തിട്ട് കാര്യം ഉണ്ടാവില്ല. അത് ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് നിങ്ങൾ സ്കാൽപ്പിൻ്റെയും സ്കിന്നിൻ്റെയും പ്രശ്നം മനസ്സിലാക്കിയിട്ട് അവർ അതിന് ട്രീറ്റ്മെൻറ്റ് വരും. ആ രീതിയിൽ ചെയ്യാൻ നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കാര്യം യൂസ്ഫുൾ ആയിരുന്നു വരുന്നു. നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് ഈ ഒരുപോലെ താരൻ കാര്യങ്ങളൊക്കെ ഉള്ള ആളുകൾ ഈ പാക്കുകളൊക്കെ യൂസ് ചെയ്യുക. നിങ്ങൾക്ക് ഒരുപാട് മാറ്റം നിങ്ങളുടെ ഹെയറിൽ ഉണ്ടാവും. നിങ്ങൾക്ക് ഹെയർ ഗ്രോത്തിനും കൂടെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയി വരുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.